എം കുഞ്ഞിക്കണ്ണൻ വടകരയുടെ രണ്ടാമത്തെ കഥാസമാഹാരം പ്രകാശനം ചെയ്തു. MLA KK രമ ഉദ്ഘാടനം നിർവഹിച്ചു. കവി വീരാൻകുട്ടിയിൽ നിന്നും ഇസ്മായിൽ കല്ലറയ്ക്കൽ പുസ്തകം ഏറ്റുവാങ്ങി. എം കുഞ്ഞിക്കണ്ണൻ വടകരയുടെ രണ്ടാമത്തെ കഥാസമാഹാരമായ ഒടുവിലത്തെ കത്ത് പ്രകാശനം ചെയ്തു. ചടങ്ങ് വടകര MLA KK രമ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇത്തരം പുസ്തകങ്ങൾ സഹായിക്കുമെന്ന് അവർ പറഞ്ഞു. എഴുത്തും വായനയും ഒക്കെ സജീവമായി കൊണ്ടുപോയ ഒരു വ്യക്തി കൂടിയാണ് കുഞ്ഞിക്കണ്ണൻ. അതിനുശേഷം ഈ എഴുത്തിലേക്ക് വളരെ സജീവമായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം, എഴുത്തും ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആ എഴുത്തിലൂടെ സമൂഹത്തോട് സംവദിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. കവി വീരാൻകുട്ടി പുസ്തകം പ്രകാശനം ചെയ്തു. സാഹിത്യകൃതികൾ ജനഹൃദയങ്ങളുടെ സ്പന്ദനമാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നിനെ മറ്റൊന്നായി സങ്കല്പിക്കാൻ അങ്ങനെ എഴുത്തുകാരൻ തന്റെ ഉപമാനങ്ങളോട് സൃഷ്ടിക്കുന്ന ആ ലോകത്തെ ഡീകോഡ് ചെയ്തിട്ട് അത് എന്നതാണ് തിരിച്ചറിയാനുള്ള കഴിവാണ്, അല്ലെങ്കിൽ അങ്ങനെ ശേഷിയുള്ള ഒരു ഭാഷയാണ് ES രാമചന്ദ്രൻ പറയുന്ന രൂപകാത്മക ഭാഷ. ഈ ഭാഷയാണ് നമ്മൾ സാഹിത്യത്തിൽ ഉപയോഗിക്കുന്നത്. ഇസ്മായിൽ കല്ലറയ്ക്കൽ പുസ്തകം ഏറ്റുവാങ്ങി. സ്വാഗത സംഘം ചെയർമാൻ വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. മുനിസിപ്പൽ വൈസ് ചെയർമാൻ PK സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇസ്മായിൽ ചില്ല പുസ്തക പരിചയപ്പെടുത്തി. കവി സരസ്വതി ബിജു കവിതാലാപനം നടത്തി. VP സർവോത്തമൻ, പ്രദീപ് ചോമ്പാല, മനോജ് ആവള, സോമൻ മുതുവന, ബാബു M മുതുവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. കഥാകൃത്ത് AM കുഞ്ഞിക്കണ്ണൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, വടകര. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.